അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ഫ്രൂട്ട് സലാഡാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട സമയം മാത്രം മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള നല്ല പഴുത്ത അവക്കാഡോ എടുക്കുക. ഇനി നമുക്ക് അവക്കാഡോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത അവക്കാഡോനെ എടുക്കണം, എന്നാലേ നമുക്ക് ഫ്രൂട്ട് സലാഡ് നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അവക്കാഡോയുടെ പൾപ്പ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അവക്കാഡോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തുള്ളത് നെസ്ലയുടെ നല്ല തിക്കായിട്ടുള്ള ഈ ഒരു ക്രീമാണ്. 160 ഗ്രാമിൻ്റെ ഒരു ടിന്നാണിത്. അപ്പോൾ ഞാനിത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് ഇനി ഇതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് വേണ്ട മധുരം ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സുകൾ നമുക്ക് അധികം പുളിയില്ലാത്ത എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. പിന്നെ പൈനാപ്പിളും ഓറഞ്ചും ചേർക്കരുത്. ഞാനിപ്പോൾ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഴം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് നട്ട്സും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത കുറച്ച് ബേസിൽ സീഡ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.